സ്വാഗതം. നമ്മൾ ഇന്ന് ബെയ്ത്ത് ഇസ്രായേൽ ഇന്റർനാഷണലിന്റെയും ഗഡ്ഡി എഫ്രൈം നോട്ട്സിന്റെയും ചില ചിന്തകൾ പരിശോധിക്കുകയാണ്. ശരി. പരശുതായ സാറയെക്കുറിച്ചാണ്. സാറയുടെ മരണത്തെക്കുറിച്ചുള്ള ഭാഗമാണെങ്കിലും ഈ പഠനങ്ങൾ നമ്മളെ കുറച്ചുകൂടി ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലേ? തീർച്ചയായും. ചെയസാറ എന്ന പേര് തന്നെ സാറയുടെ ജീവിതം എന്നാണല്ലോ. അപ്പോ ഇത് മരണത്തെക്കുറിച്ചല്ല, മറിച്ച് മരണത്തെ അതിജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. സാറയുടെ ആത്മാവ്, അതായത് വിശുദ്ധിയിലുള്ള ദൈവീക രാജ്യത്വം, മൽഖുത്ത്, അതിന്റെ ആദ്യത്തെ പാത്രമായി മാറുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലൊരു പ്രധാന പോയിന്റ് ഈ സാറയുടെ 127 വയസ്സും പിന്നെ എസ്തേർ രാജ്ഞി ഭരിച്ച 127 പ്രവിശ്യകളും തമ്മിലുള്ളൊരു ബന്ധം. ബെയ്ത്ത് ഇസ്രായേൽ പറയുന്നത് ഇത് യാദൃശ്ചികമല്ല, അല്ലേ? അല്ല, അതൊരു എന്താ പറയാ, ആത്മീയ തുടർച്ചയുടെ സൂചനയാണ്. അതെങ്ങനെയാണ്? സാറയുടെ ജീവിതത്തിൽ വളരെ പ്രകടമായിരുന്ന ആ ദൈവീക സാന്നിധ്യം, ഷെഖീന എന്ന് പറയും, അത് അവരുടെ മരണശേഷം ഒരുതരം മറഞ്ഞിരുന്നു. ശരി. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എസ്തേറിലൂടെ പ്രവാസത്തിലുള്ള യഹൂദർക്കിടയിൽ അതേ ദൈവീക സാന്നിധ്യം വീണ്ടും പ്രവർത്തിച്ചു. പക്ഷെ ഇത്തവണ മറഞ്ഞിരുന്നാണ് പ്രവർത്തിച്ചത്. മനസ്സിലായി. അപ്പോൾ ഈ 127 എന്ന സംഖ്യ വെളിപ്പെട്ടതും സാറ, മറഞ്ഞിരിക്കുന്നതും എസ്തേർ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ 127 ഗഡ്ഡി എഫ്രൈം കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു തലം കൊടുക്കുന്നുണ്ടല്ലോ, ഒരു കബാലിസ്റ്റിക് കാഴ്ചപ്പാടില്. ഉണ്ട്. ഗഡ്ഡി എഫ്രൈം പറയുന്നത് 127 എന്നത് ദൈവീകമായ ഊർജം അല്ലെങ്കിൽ പ്രകാശം ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഓക്കെ. അതായത് 1 എന്നത് കേദർ, ഏറ്റവും ഉയർന്ന തലം. 20 എന്നത് ഹൊക്മയും ബീനയും, അതായത് ജ്ഞാനവും വിവേകവും. 7 എന്നത് സീർ അൻപിൻ, നമ്മുടെ വികാരങ്ങളും ധാർമ്മികതയുമൊക്കെ വരുന്ന 7 ഭാവങ്ങൾ. പിന്നെ 100 എന്നത് മൽക്കൂത്ത്, ഈ ലോകത്തിൽ ദൈവിക സാന്നിധ്യം പൂർണ്ണമായി വെളിപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ശരിക്കും ഈ 127 സൃഷ്ടിയുടെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണെന്നാണോ? അതെ. ആ ഒരു പൂർണ്ണതയുടെ വിവിധ ഭാവങ്ങളാണ് സാറയിലും എസ്തേറിലും കാണുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായൊരു വ്യാഖ്യാനം തന്നെ. ഇനി അടുത്തൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം. ആദാം, ദാവീദ്, പിന്നെ മശീഹ, ഇവരിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ആത്മീയ സത്തയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ആദാം തന്റെ ജീവിതത്തിൽ നിന്ന് 70 വർഷം ദാവീദിന് കൊടുത്തു എന്ന് പറയുന്നതിനെ ഗഡ്ഡി എഫ്രൈം എങ്ങനെയാ വിശദീകരിക്കുന്നത്? അത് അക്ഷരാർത്ഥത്തിൽ എടുക്കണോ? ഇല്ലല്ല, അത് വർഷങ്ങളുടെ കണക്കല്ല. ഗഡ്ഡി എഫ്രൈം പറയുന്നത് അതൊരു സത്തയുടെ കൈമാറ്റമാണെന്നാണ്. ആദാമിലുണ്ടായിരുന്ന മൽക്കൂത്ത്, ദൈവീക രാജ്യത്വം, അതിന്റെ ഒരംശം ദാവീദിലേക്ക് വന്നു. എന്നുവെച്ചാൽ ആദാം പൂർത്തിയാക്കാതെ പോയ ഒരു ദൗത്യം ദാവീദിലൂടെ തുടരുകയായിരുന്നു. ബെയ്ത്ത് ഇസ്രായേൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അവര് പറയുന്നത് ആദാം എന്നത് മനുഷ്യരൂപത്തിലെ ആദ്യത്തെ ദൈവിക പ്രതിച്ഛായയാണ്, യസോദ് ഓഫ് ആദം ഖദ്മോൺ. ഓക്കെ. ദാവീദ് അതിന് രാജ്യത്വം, മൽഹൂത്ത് നൽകി. മശീഹ വന്നിട്ട് ഈ രാജ്യത്വത്തെ അതിന്റെ പൂർണ്ണ പ്രൗഢിയിൽ കേദറും മൽക്കൂത്തും ഒന്നിച്ചു ചേർത്ത് പുനഃസ്ഥാപിക്കും. അപ്പോ ശരിക്കും ആദാമിന്റെ ആ ഒരു ശ്വാസം, ദാവീദിന്റെ ഗീതങ്ങൾ, മശീഹയുടെ പ്രകാശം, അങ്ങനെ ഒരു തുടർച്ച അല്ലേ? അതെ, അതൊരു നിരന്തരമായ ഒഴുക്കാണ്. സാറായെ അടക്കം ചെയ്ത ആ മക്പെല ഗുഹയുണ്ടല്ലോ, അതും ഈയൊരു നിത്യമായ തുടർച്ചയുടെ പ്രതീകമായിട്ടാണ് ബെയ്ത്ത് ഇസ്രായേൽ കാണുന്നത്. അതൊരു കല്ലറ മാത്രമല്ല, പിന്നെയോ അതൊരു കവാടമാണ്. ജീവന്റെ ലോകത്തേക്ക്, ഏദൻ തോട്ടത്തിലേക്ക് തുറക്കുന്നൊരു വാതിൽ, ഭൂമിയും സ്വർഗവും ഒന്നിക്കുന്നൊരിടം. ഗഡ്ഡി എഫ്രൈമിന്റെ ആ വാചകം ഓർമ്മ വരുന്നു. നീതിമാന്മാരുടെ ജീവിതം വർഷങ്ങളിലല്ല, അവർ വീണ്ടെടുത്ത ലോകങ്ങളിലാണ് അളക്കപ്പെടുന്നത്. അതുതന്നെ. ഇത് കൃത്യമായി ഈ ആശയത്തോട് ചേർന്നു പോകുന്നുണ്ട്. അതെ. നീതിമാന്മാർ ശരിക്കും മരിക്കുന്നില്ല. അവരുടെ ആത്മീയ പ്രകാശവും സ്വാധീനവും തലമുറകളിലൂടെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, പുതിയ രൂപങ്ങളിൽ. ആദാമിൽ നിന്ന് ദാവീദിലൂടെ മശീഹയിലേക്ക് എത്തുന്ന ആ ഒരു ഒഴുക്കുപോലെ. അതെ. അപ്പോ ഈ 2 പഠനങ്ങളിൽ നിന്നും ചെയസാറയെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന പ്രധാന സന്ദേശം എന്താണ്, ചുരുക്കി പറഞ്ഞാല്? പ്രധാനമായും ഭൗതികമായ അവസാനങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യമുണ്ട് എന്നതാണ്. സാറയുടെ ജീവിതം എസ്തേറിലൂടെ തുടർന്ന പോലെ, ആദാമിന്റെ ദൗത്യം ദാവീദിലൂടെയും മശീഹയിലൂടെയും തുടരുന്ന പോലെ, ജീവിതവും ദൈവിക ലക്ഷ്യവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, പുതിയ രൂപങ്ങളെടുക്കും. അപ്പോ മരണമൊരവസാനമെന്നതിലുപരി ഒരു മാറ്റമാണ്, മറഞ്ഞിരിക്കുന്നത് വെളിപാടായി മാറാം. ശരിയാണ്. അവസാനമെന്ന് നമ്മൾ കരുതുന്ന പലതും
പുതിയ തുടക്കങ്ങളാകാം. ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ ഒരു കാര്യമുണ്ട്, അല്ലേ? ഉണ്ട്. ഈ വ്യാഖ്യാനങ്ങൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള, നമുക്ക് വളരെ പരിചിതമെന്ന് തോന്നുന്ന കഥകളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അനുഭവങ്ങളിലോ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്ത് ആഴത്തിലുള്ള ബന്ധങ്ങൾ, എന്ത് തുടർച്ചകളുണ്ടാകാം? അതൊരു നല്ല ചോദ്യമാണ്. അത് കേൾക്കുന്നവർക്ക് ചിന്തിക്കാനായി വിടാം.